തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? സാധാരണയായി നമ്മുടെ ദേശത്ത് നടക്കാറുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയും നമ്മുടെ മനസ്സിലൂടെ കടന്നു വരാറുണ്ട്. അതൊക്കെ നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പുകളാണ്. എന്നാൽ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം പാലിക്കുന്നതായ ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ചെറിയ പ്രായം മുതൽ നാം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരണമായി നാം തെരഞ്ഞെടുപ്പുകൾ നടത്തുകയാണ്. ഒരു കുഞ്ഞ് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൻ്റേതായ നിലയിൽ അത് തിരഞ്ഞെടുക്കുന്നു. അത് വളർന്നു വരുന്തോറും ഒരുപക്ഷെ അതിനാവശ്യമുള്ള കളിപ്പാട്ടങ്ങൾ അത് തിരഞ്ഞെടുക്കുന്നതായ സമയം മുതൽ അതിൻ്റെ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ്. അതിന് ഇഷ്ടമുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അത് താല്പര്യം കാണിക്കാറുണ്ട്. അങ്ങനെ അത് വളർന്നു വരുന്തോറും അതിൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ രംഗങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഇഷ്ടമെന്താണോ അതിനനുസരണമായി അത് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. തുടർന്ന് അങ്ങോട്ട് തുടർമാനമായി ഈ പ്രക്രിയ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൻ്റെ ഒടുവോളം ആ ഒരു സ്വഭാവം നമ്മിൽ ഉണ്ട്, നിലനിൽക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നാം തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് തന്നെ തെരഞ്ഞെടുപ്പിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ഓരോ ദിവസവും നാം തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. നാം രാവിലെ കിടക്ക വിട്ട് എഴുന്നേൽക്കുന്നതായ സമയം പോലും നാം തിരഞ്ഞെടുക്കുന്നതാണ്. ചിലപ്പോൾ നാം അല്പം നേരത്തെ ഉണർന്നെഴുന്നേൽക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ആ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ചിലപ്പോൾ നാം താമസിച്ചെഴുന്നേറ്റാൽ മതി എന്ന് തിരഞ്ഞെടുക്കുന്നു. ഇനി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതചര്യയുടെ ഓരോരോ കാര്യങ്ങളിലും നാം വിവിധ തെരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട്. അതെല്ലാം നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരണമായും നമ്മുടെ താല്പര്യങ്ങൾക്കനുസരണമായും ഒക്കെയുള്ള തെരഞ്ഞെടുപ്പുകളാണ്. ജീവിതത്തിലെ സുപ്രധാനമായ പല തെരഞ്ഞെടുപ്പുകളെയും നാം അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ പഠന വിഷയം നാം തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ ജോലി തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് എന്നിത്യാദി കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന, ജീവിതത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ടതായ സംഗതികളാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് കാണുവാൻ സാധിക്കും. നാം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി ചെല്ലുകയാണെന്ന് വിചാരിക്കുക. അവിടെ ഒരുപാട് ഡ്രസ് ഐറ്റംസ് ഉണ്ട്. നാം ചെല്ലുന്നതായ സമയത്ത് ഒരു പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ഒരു സാരി ആണെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരു ഷർട്ടാണെങ്കിൽ, അവിടെ നമ്മെ സ്വീകരിക്കുന്ന സെയിൽസ് ഗേളോ സെയിൽസ്മാനോ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആവശ്യപ്പെട്ട സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായ ആ ഭാഗത്തേക്ക് സാവധാനത്തിൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുചെന്ന് നമ്മൾ ആവശ്യപ്പെട്ട ഐറ്റങ്ങൾ ഒന്നൊന്നായി നമ്മുടെ മുൻപാകെ പ്രദർശിപ്പിക്കുക. വളരെ സാവധാനത്തിൽ നമ്മെ അവർ കൺഫ്യൂസ്ഡ് ആക്കുന്നു. നമുക്ക് തന്നെ വലിയൊരു സംശയമുണ്ടാകുന്നു, ഏതാണ് എടുക്കേണ്ടുന്നത്. ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ നാം തീരുമാനിച്ചു വന്നിരുന്നതായ ആ കളറോ ആ ഐറ്റമോ ഒക്കെ നാം മാറ്റിയിട്ട് നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതായ വിവിധ നിറത്തിലും വിവിധ ഷേപ്പിലുമുള്ളതായ ഈ ഡ്രസ് ഐറ്റംസിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിച്ച് നമ്മെ ആകപ്പാടെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കിയതിന് ശേഷം സാവധാനത്തിൽ അവർ നമുക്ക് കാണിച്ചു തരുന്നതായ സാധനങ്ങൾ നാം തിരഞ്ഞെടുത്ത് വാങ്ങിക്കൊണ്ടു പോരുന്നു. ഇതല്ലേ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ഓരോ സ്ഥലത്തും ഈ കച്ചവടം വ്യത്യസ്ത നിലകളിലാണ്. തമിഴ്നാട്ടിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ ഒരു കടയിൽ നാം കയറുകയാണെങ്കിൽ അവിടുത്തെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ നടുഭാഗത്തിട്ടിരിക്കുന്ന വലിയൊരു മെത്തയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരുത്തുകയാണ്. ആ മെത്തയിലിരുത്തിയതിന് ശേഷം നമ്മൾ ആവശ്യപ്പെട്ട ഐറ്റംസ് ഓരോന്നായി നമ്മുടെ മുൻപാകെ അവർ ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതികളിലാണ് ഈ കച്ചവടങ്ങളൊക്കെ നടക്കുന്നത്. എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ പറയുന്നതായ ഒരു ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിന് വിഷയമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലേക്കുള്ള പ്രയാണത്തിൽ അവരെ നയിച്ചു കൊണ്ടുവന്നവനായ മോശയുടെ മരണത്തിന് ശേഷം യോശുവയാണ് വാസ്തവത്തിൽ ആ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ യോശുവ ജനത്തോട് പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം
15 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിങ്ങനെയാണ്: നിങ്ങൾ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയായ ദൈവത്തെ സേവിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായ ആരാധനകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്കിഷ്ടമുള്ളതായ ജീവിത രീതികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്കതിനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയായ ദൈവത്തെ സേവിക്കും. ദൈവം ഏക സത്യ ദൈവമാണ്. അനേക ദൈവങ്ങളില്ല, ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവമാണ് ഈ സകല അഖിലാണ്ടത്തെയും നിർമ്മിച്ചവൻ. ആ ദൈവമാണ് സമസ്ത കാര്യങ്ങളുടെയും ഉടയവൻ. അവിടുന്നാണ് സകലത്തിൻ്റെയും ആധാരം. അവിടുന്നാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ഞങ്ങൾ ആ ദൈവമായ യഹോവയെ ആരാധിക്കുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലത്ത് പ്രത്യേകിച്ച് യൗവനക്കാരുടെ ഇടയിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം പേർ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതിനുപോത്ബലകമായി അവർ നിരത്തുന്നത് അനേക ശാസ്ത്രീയമായ കാര്യങ്ങളാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതായ അനേക സത്യങ്ങളാണ് എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ഇനിയും എത്രയോ സത്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എത്രയോ കോടിക്കണക്കിന് കാര്യങ്ങൾ ഇനിയും നമ്മുടെ ബുദ്ധിക്ക് അപ്രമേയമായിട്ടുള്ള, നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളായി ഇപ്പോഴും അവശേഷിക്കുന്നു. നാം അധിവസിക്കുന്നതായ ഈ ഭൂമിയെ സംബന്ധിച്ച്, നാം ഉൾപ്പെട്ട് നിൽക്കുന്നതായ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്? കോടാനുകോടി ഗ്രഹങ്ങളുള്ള ഈ വലിയ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒന്നും മനസ്സിലാക്കുവാൻ വാസ്തവത്തിൽ നമുക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഏതോ ചെറിയ ചെറിയ അംശങ്ങൾ മാത്രമേ നമുക്ക് ഇതുവരെ ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ആ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ബലത്തിൽ നിന്നുകൊണ്ട് ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ശാസ്ത്രം കണ്ടെത്തുന്നതായ ഓരോ കാര്യങ്ങളും ദൈവാസ്തിക്യത്തിൻ്റെ കൃത്യമായ തെളിവുകളായിട്ട് ദൈവവചനം നമ്മെ അറിയിക്കുകയാണ്. അനേക യൗവനക്കാർ ദൈവമില്ല എന്ന് വിശ്വസിക്കുമ്പോൾ ദൈവവചനം പറയുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ്. ഈ ലോകത്തിലെ ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അതെല്ലാം പ്രവർത്തിക്കുന്നത് വളരെ കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് കാണുവാൻ സാധിക്കും. മനുഷ്യ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ ഈ ചരിത്രത്തിലുടനീളം ദൈവത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ദൃശ്യമാണ്. ദൈവത്തെ തള്ളിക്കളഞ്ഞ് സ്വന്തം ഇഷ്ടത്തിൽ ജീവിച്ചിരുന്ന അനേകരെ ദൈവം സന്ദർശിച്ചതായി തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ബാബിലോണിലെ രാജാവായിരുന്ന ബൽശസ്സറിൻ്റെ കാര്യമെടുക്കുക. നെബൂഖദ്നേസർ യെരുശലേം ദേവാലയം ആക്രമിച്ച് അതിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ പൊൻവെള്ളിപ്പാത്രങ്ങളെ തൻ്റെ ഭണ്ഡാരഗ്രഹങ്ങളിൽ താൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. തൻ്റെ മകനായ ബൽശസ്സർ ചെയ്തതെന്താണ്? ദേവാലയ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്നതായ ആ പൊൻവെള്ളിപ്പാത്രങ്ങൾ തൻ്റെ മഹത്തുക്കൾക്കും വെപ്പാട്ടികൾക്കും മദ്യം വിളമ്പുന്നതിന് വേണ്ടി ഒരു രാത്രിയിൽ താൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ മദ്യസൽക്കാരം നടത്തി രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് ഇരുന്ന സിംഹാസനത്തിൻ്റെ എതിരെയുള്ള ഭിത്തിമേൽ ഒരു കൈപ്പത്തി തെളിഞ്ഞു വന്നിട്ട് എഴുതുകയാണ്, മെനെ മെനെ തെക്കേ ലൂഫർസീൻ. അത് വായിച്ചെടുക്കുവാൻ മറ്റാർക്കും സാധിച്ചില്ല. ദൈവദാസനായ ദാനിയേലാണ് അത് വായിച്ചെടുക്കുന്നത്. അതിൻ്റെ അർത്ഥം പറയുന്നത്, ഞാൻ നിന്നെ തൂക്കി നോക്കി, തുലാസിൽ തൂക്കിയപ്പോൾ നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം വിഭജിച്ച് മേദ്യർക്കും പാർസ്യർക്കുമായി ഞാൻ നൽകുന്നു. ഇത് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ സവിസ്തരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം വായിക്കുന്ന, അന്ന് രാത്രിയിൽ ബൽശസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജത്വം പ്രാപിച്ചു. നോക്കണം, ചരിത്രത്തിൽ സംഭവിച്ചതായ കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ചരിത്രത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട്. ഉദാഹരണം ഒന്നുകൂടെ ഞാൻ സൂചിപ്പിക്കാം. ഏതെങ്കിലും ഒരു കുറ്റവാളി ലോകപ്രകാരമുള്ള നിയമ നടപടികളിൽ നിന്ന് തൻ്റെ സ്വാധീനം ഉപയോഗിച്ചോ മറ്റേതെങ്കിലും നിലയിലോ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുക. എന്നാൽ
തൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം അവനെ പിടികൂടുകയും ദൈവിക കോടതിയിൽ അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് അലംഘനീയമായ ദൈവവ്യവസ്ഥയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുറ്റവാളി, കൊലപാതകയോ മറ്റെന്തെങ്കിലും കുറ്റം ചെയ്ത ഒരു വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, അയാൾ ലോക കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ദൈവിക കോടതി അയാളെ ശിക്ഷിക്കുന്നു എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. യോശുവ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ സേവിക്കുന്നത്, തെരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ദൈവമില്ല എന്ന് വാദിക്കുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തവരുടെ കുടുംബങ്ങളെ നാം സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. അവരുടെ തലമുറകൾ ഏറ്റവും വലിയ ശാപം വഹിക്കുന്നവരായി, പിന്നീട് അങ്ങോട്ടുള്ള തലമുറകൾ ക്രമേണ കുറഞ്ഞ് ഇല്ലാതെയായി തീർന്ന ഒരു ചരിത്രമാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് യോശുവ പറഞ്ഞതുപോലെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്കിടയായിത്തീരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കായും ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ കോപിപ്പിച്ചിട്ട് നമ്മുടെ തലമുറകൾ പോലും ശാപഗ്രസ്തരായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് പകരമായി സകല അഖിലാണ്ടത്തിൻ്റെയും സൃഷ്ടാവായ അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സേവിക്കുന്ന അനുഗ്രഹീതമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം ആ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അത്യുന്നതനായ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ, അവിടുത്തെ വിശ്വസിക്കുവാൻ, അവിടുത്തെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വലിയവനായ ദൈവത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന യേശുക്രിസ്തുവിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ടെന്നുള്ളത് ഞങ്ങളെ അറിയിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുത്രനെ താണ ലോകത്തിലേക്ക് അയച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ പുത്രനിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.